റീജിയൻ ചാനൽ അവതരിപ്പിക്കുന്ന വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊത്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത് അഭിനയ ലോകത്ത് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തി കേരളത്തിൽ പ്രശസ്തനായിട്ടുള്ള ബാബു ഒലിപ്രമാണ്. ബാബു ഒലിപ്രത്തെ വ്യക്തികൾ വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബാബു ഒലിപ്രം, ഈ ബാബു ഒലിപ്രമുള്ള പേരിൻ്റെ മുന്നേ ഒരു പരിണാമത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാബു ഒലിപ്രം എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് ബാബു ഒലിപ്രം ഉള്ളത് സീറോ ബാബു എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് അല്ലേ? എങ്ങനെയാണ് സീറോ ബാബുവിൽ നിന്നും ബാബു ഒലിപ്രത്തിലേക്കുള്ള ഒരു പരിണാമം സംഭവിച്ചിട്ടുള്ളത്? ആദ്യമായിട്ട് സീറോ ബാബു എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ആവശ്യമാണ്. അതെ അതെ അതെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോട്ടീസിലടിക്കാൻ വേണ്ടി, ഒരു നാടകത്തിൻ്റെ ഒരു പ്രചരണത്തിന് നോട്ടീസിലടിക്കാൻ വേണ്ടി ഒലിപ്രം ബാബു എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. പിന്നെ അത് ലോപിച്ച് ഓ ബാബു ആക്കി. പല നോട്ടീസുകൾ ഇങ്ങനെ വന്നപ്പോൾ ഓ ബാബു ആക്കി. ഏതോ ഒരു നല്ല ആസ്വാദകൻ പറഞ്ഞു സീറോ ബാബു. അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ ജീവിതമായിട്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ കറക്റ്റ് സീറോ തുടങ്ങാൻ പറ്റിയൊരു സീറോയിൽ നിന്നാണ് തുടക്കം. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കൃത്യമായിട്ടുള്ളൊരു തുടക്കം. ഒന്ന് അഭിനയ പരിശീലന കളരികളോ, അഭിനയ പരിശീലന സാധ്യതകളോ, അഭിനയ പരിശീലന സ്കൂളുകളോ ഒന്നുമില്ലാത്ത, അതിൻ്റെയൊക്കെ സാധ്യതയൊക്കെ അന്നുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിൽ നിന്നാണ് നമ്മളെ നാടകം എന്ന് പറയുന്നത്. ആകെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന നാടകത്തിലേക്കാണ്, മനസ്സിലാദ്യമേ നാടകം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നാടകത്തിലേക്ക് നമ്മൾ ഒരുപാട് ആളുകളുടെ പ്രചോദനവും സ്നേഹവും സൗഹൃദവും ഗുരുസ്ഥാനീയതയൊക്കെ ഉണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ. ഒന്നും മറന്നുകൊണ്ടല്ലോ പറയാം. പക്ഷെ അന്ന് ഉള്ളിൽ ഈ നാടകം എല്ലാവരും അഭിനിവേശമായിട്ടുണ്ട്. അങ്ങനെയാണ് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് ഈ സീറോ വരുന്നത്. ഏകദേശം വ്യക്തമാക്കപ്പെട്ടതാണല്ലോ സീറോ. ഒലിപ്രത്തുനിന്ന് ഓ, അത് സീറോ ആയി, അങ്ങനെ സീറോ ബാബുവായി. പക്ഷെ അത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളുടെയും ഒരുവിധം നഗരമൂലകളിലും ഗ്രാമമൂലകളിലും നാടകം അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യം കിട്ടിയ ഒരു മനുഷ്യനാണ്. വടക്കൻ മേഖലകളായിട്ടുള്ള കണ്ണൂർ, വടകര, മുക്കാളി തുടങ്ങിയിട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെ, ഇരിട്ടി വരെയുള്ള പ്രദേശങ്ങളിലൊക്കെയും സീറോ ബാബു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾക്ക് അറിയുള്ളൂ. ഈ ബാബു ഒലിപ്രം ഏതാണെന്നൊരു സംശയിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു രൂപസാദൃശ്യമൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ആണോ എന്നുള്ള രീതിയിലൊക്കെ ഒരവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എവിടുന്നെങ്കിലൊക്കെ പരിചയമുള്ള ആരെങ്കിലും കണ്ട സീറോ സ്നേഹപൂർവ്വം പലപ്പോഴും വിളിക്കാറുണ്ട്. ചിലരാണെങ്കിലോ ഈ സീറോ ഇങ്ങനെ ചീത്ത പറയാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവരുടെ ധാരണ ഞാനിതിൽ പ്രകോപിതനാവും. ഞാൻ പ്രകോപിതനാവില്ല. കാരണം ഞാൻ സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു പേരിന് ഞാൻ പിന്നെ ദേഷ്യപ്പെടേണ്ട കാര്യം. അങ്ങനെ ചിലർ സീറോ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, കളിയാക്കാൻ ഉപയോഗിക്കേണ്ട പേരല്ല, ഇതിൻ്റെ ശരിക്കും ടൈറ്റിലിൽ വന്നിട്ടുള്ളൊരു പേരാണ്. നമ്മൾ പലതിൻ്റെയും ടൈറ്റിലിൽ വന്നിട്ടുണ്ട്. നാടകം, ഒരുപാട് നാടകങ്ങളുടെ ടൈറ്റിലിൽ സീറോ ബാബു തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സീറോ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ഞാൻ സീറോ ഒരു പ്രശ്നമാവണ്ടെന്നുള്ള നിലയ്ക്കാണ് ബാബു ഒലിപ്രം സ്വീകരിച്ചത്. അതിന് പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും പോപ്പുലറായിട്ടുള്ള പേര് ഒഴിവാക്കേണ്ടിയിരുന്നില്ല. ഈ സീറോ വരാൻ വേറൊരാളും കൂടി അതിന് പ്രചോദനമാട്ടോ, അതൊന്നും മറന്നു വരും. കൊച്ചിൻ സീറോ ബാബു എന്ന് പറഞ്ഞ പ്രശസ്തനായ ഗായകൻ, അയാളുടെ ഒരു പഴയ പാട്ടുണ്ട്, നിന്റെ മനസ്സിലെ ഹീറോ പക്ഷെ ഞാൻ സീറോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുമുണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ വളരെ പ്രശസ്തമായിരുന്ന ഒരു കാലത്ത് സീറോ ബാബു സ്വീകരിക്കപ്പെട്ടാണ്. അതാണ് സീറോ ബാബു ആകാനുള്ള കാരണം. കുട്ടിക്കാരെന്ന് പറയുമ്പോൾ പിതാവ് പോരാട്ടങ്ങളുടെയും വിപ്ലവത്തിൻ്റെയും ഒളിവ് ജീവിതത്തിൻ്റെയും ഒക്കെ മേഖലയിൽ കൂടെ കടന്നുപോയിട്ടുള്ള ആളാണ് പിതാവ്. പ്രശസ്ത ഗോവ സമര നായകൻ കോരിക്കുട്ടി മാഷ മകനാണ് ബാബു ഒലിപ്രം. ഇപ്പോഴും അങ്ങനെ അറിയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ. അതെ 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 അതെ. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കുട്ടിക്കാലം ഒരു അരക്ഷിതാവസ്ഥയിലൂടെയാണോ കടന്നുപോയിട്ടുള്ളത്? അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടിക്കാലത്തിൻ്റെ.
മനസ്സിലിപ്പോഴും നീറ്റിലായി കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വ്യാപൃതനായ അച്ഛൻ, 6 മാസം പ്രായമുള്ളപ്പോൾ നഷ്ടപ്പെടുന്ന അമ്മ, പാമ്പ് കടിയേറ്റിട്ടാണ് അമ്മ മരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള ഒരു ദുരന്തം എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ പരിസരവാസികൾ മുഴുവൻ പരിസരവാസികൾ മുഴുവൻ ആ സംഭവത്തെ കണ്ടിരുന്നത്. പരപ്പനങ്ങാടി മുതൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അമ്മയുടെ മരണം കാണാൻ ആളുകൾ തടിച്ചുകൂടിയിരുന്നു എന്ന് പറഞ്ഞത് അച്ഛനോടുള്ള സ്നേഹം, ആദരം, ബഹുമാനമൊക്കെയാണ് അതിന് കാരണം. പക്ഷെ ആ മരണം ഒരു അപ്രതീക്ഷിതമായിരുന്നു. ആ മരണത്തോടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലാണ് അമ്മായി, അച്ഛൻ്റെ പെങ്ങള് യശോദരത്തി എന്ന് പറയും. യശോദരത്തിയാണ് എന്നെ വളർത്തുന്നത്. 8ാം ക്ലാസ്സുകാരിയാണ് അമ്മായി. ESLC, അന്നത്തെ ESLC പാസ്സായി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛനും കുറച്ച് ഉയർന്ന ചിന്താഗതിയും ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മായിനെ പഠിപ്പിക്കണം എന്നുള്ളത്. അവിടെയാണ് എനിക്ക് അമ്മ നഷ്ടപ്പെടുന്നതും അമ്മായി എൻ്റെ അമ്മയാവുന്നു. ഒരു 8ാം ക്ലാസ്സുകാരി എൻ്റെ അമ്മയായിട്ട് എന്നെ പോറ്റുന്നു. ഒരു 6 മാസം പ്രായമുള്ള കുട്ടീനെ പോറ്റാൻ ഒരുപാട് പ്രയാസമുണ്ട്, ഒരുപാട് ഇതുണ്ട്. അമ്മായി ആ കഷ്ടപ്പാടിലിങ്ങനെ അലഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അമ്മായിനോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. എങ്ങനെ അത് തീർക്കുക എനിക്കറിയില്ല. പക്ഷെ അമ്മായിക്ക് കൊടുക്കാൻ കഴിഞ്ഞൊരു സൗഭാഗ്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മായി എന്നെ നോക്കി കാലം കഴിച്ചതിൻ്റെ പേരിൽ അമ്മായിക്കൊരു ജീവിതം കൊടുക്കുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. അതൊരു ചെറിയൊരു കടം വീട്ടൽ അർത്ഥത്തിൽ തന്നെയാണ്. അമ്മാവൻ മിലിറ്ററിയിലായിരുന്നു. അമ്മാവനാണ് അതിന് തയ്യാറായത്. ഒരു രീതി പറഞ്ഞാല് അമ്മായി അമ്മ, അമ്മായി അമ്മ, അമ്മായി അമ്മയല്ല, അമ്മായി അമ്മയായി. അങ്ങനെ അമ്മായിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതോടുകൂടി പിന്നെ അവിടേക്ക് വരുന്ന കുറേ പുതിയ മുഖങ്ങളാണ്. ഇളയമൊക്കെ ഉണ്ട്, അച്ഛൻ 2ാമത് വിവാഹം കഴിക്കുന്നു, പാപ്പൻ കല്യാണം കഴിക്കുന്നു. അങ്ങനെ കുറേ പുതിയ അമ്മമാർ വരുമ്പോൾ അവരെ ഇഷ്ടം സമരസപ്പെടാൻ എൻ്റെ ക്യാരക്ടർ എനിക്ക് സമ്മതിക്കുന്നില്ല. അന്ന് വരെ കിട്ടിയ ഫ്രീഡം പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള തോന്നൽ. പിന്നെ ശ്രദ്ധിക്കാൻ അവരുടെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ശ്രദ്ധിക്കാൻ അതിൻ്റെ ബാക്കി കിട്ടുന്ന സമയമല്ലേ ഉണ്ടാവുള്ളൂ. അതിലാണ് നമ്മൾ ആകെ ക്യാരക്ടർ ചേഞ്ച് വരുന്നത്, ഒരു ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥ വരുന്നത്. സ്നേഹിക്കാൻ ഒരുപാട് ആളുണ്ട്. അമ്മേൻ്റെ വീട്ടുകാർ, അമ്മയുടെ അമ്മ ഒക്കെ എല്ലാവരും നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അമ്മയ്ക്ക് പകരം വെക്കാൻ വേറൊരു സാധനമില്ല. ഈ അമ്മയുടെ മറ്റുള്ളവരുടെയൊക്കെ ബാബു മോനെ എന്ന് വിളിക്കുന്നതിന് പകരം അമ്മയുടെ ഒരു ബാബു എന്നുള്ള വിളിയേക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിളി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊന്ന് വഴിമാറിപ്പോവുകയായിരുന്നു. ഈ അഭിനയ ലോകത്തുകളിലെ കടന്ന് വരവ്, അഭിനയത്തിലേക്കുള്ള കടന്നു വരവ്, നമ്മളെ പ്രദേശം എടുത്ത് നോക്കുകയാണെങ്കിൽ പൊറാട്ട് നാടകങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പൊറാട്ട് നാടകം വലിയൊരു ഘടകമാണ് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം. ആ കാലഘട്ടത്തിൽ പൊറാട്ട് നാടകം മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ ആ പൊറാട്ട് നാടകത്തിലൊക്കെ സജീവമായിരുന്നു ബാബുവേട്ടൻ അന്ന്, അല്ലേ? ഇന്ന് സജീവമല്ലാന്നല്ല. ഈ അഭിനയത്തിൽ ഗുരുസ്ഥാനീയരായിട്ട് ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ ഉള്ളതാണ്? ഉണ്ട്. എനിക്ക് ഗുരുസ്ഥാനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നാടകത്തിൽ എന്നെ അഭിനയിപ്പിക്കുന്നത് KP ഗോപാലേട്ടനാണ്. G കടക്കാടെന്ന ഈ പ്രദേശത്തിൻ്റെ ഗ്രാമ്യ കവി ഗോപാലേട്ടൻ നമ്മളൊന്ന് എന്ന് പറഞ്ഞ് ചെറുകാടിൻ്റെ നാടകത്തിലെ ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ റോൾ അഭിനയിക്കാൻ എന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഗോപാലേട്ടൻ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നിലുള്ളൊരു അഭിനയക്കാരനെ അല്ലെങ്കിൽ ഒരു നടനെ. അപ്പം എന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് ഗോപാലേട്ടന് തോന്നുകയാണ്. അപ്പോൾ അതിന് പലപ്പോഴും പ്രചോദനമായിട്ടുണ്ട് ഏത് ഈ നാട്ടിൻപുറത്തെ നമ്മൾ പറഞ്ഞ ഈ പൊറാട്ട് നാടകം. ഈ പൊറാട്ട് നാടകം എന്ന് പറയുമ്പോൾ ഓഡിയൻസ് തെറ്റിദ്ധരിക്കും. ശരിക്കും പാലക്കാടൻ പൊറാട്ട് എന്ന് പറഞ്ഞൊരു പൊറാട്ടുണ്ട്. അതൊരു മറ്റേ നമ്മളെ ഫോക്ക് കലയാണ്. പാണം പൊറാട്ട് എന്ന് പറയും. അത് അധസ്ഥിത വിഭാഗങ്ങൾ പൊറാട്ട് നാടകങ്ങൾ കളിക്കുകയും ആളുകൾ കൂടുകയും ചെയ്യുന്ന. നമ്മുടെ നാട്ടിൽ നടന്നത് തിരുവാതിരയ്ക്ക് നമ്മളൊരു പൊറാട്ട് കേട്ടത്. തിരുവാതിര തലേന്ന് തിരുവാതിര പല പൊറാട്ടാടത്തിന് പല വകഭേദങ്ങളുണ്ട്. കാരശ്ശേരി അങ്ങനെയുള്ള ഒരുപാട് കാക്കരശ്ശേരി അതിൻ്റെ കുറച്ചും കൂടി സവർണ്ണ രൂപം. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ പൊറാട്ട് നാടകങ്ങൾ നമ്മൾ ചെറിയൊരു നാടകം ഉണ്ടാക്കി, ഒരു നിമിഷ നാടകം അന്നുണ്ടാക്കി, അന്ന് വൈകുന്നേരം ഉണ്ടാക്കി, കയ്യിൽ കിട്ടുന്ന ചാന്ത് മനേല അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്ത് വേഷം കെട്ടി ഒരു കർട്ടനും പിടിച്ച് ഒരു വിളക്കും വെച്ച് വീട് വീടാന്തരം കയറി പാട്ടും പാടി ആ രാത്രി ആർമാദിക്കുന്ന ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഏത് നമ്മുടെ ഈ പൊറാട്ട് നാടകം, നമ്മളെ പൊറാട്ട് നാടകം. ഈ പൊറാട്ട് നാടകങ്ങളിലൊക്കെ ഞാൻ കാണിക്കുന്ന താല്പര്യം ഗോപാലേട്ടനും വാസുവേട്ടനും കണ്ടിട്ടുണ്ടാവും. വാസുവേട്ടനും ഇന്നൊരു പ്രചോദിപ്പിച്ച ഘടകമാണ് അത്. വാസുവേട്ടൻ നേരിട്ട് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും വാസുവേട്ടൻ്റെ നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മളൊന്നൊരു അവറാൻ വാസുവേട്ടൻ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്.
അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊന്നും ആയിഷയുടെ റോള് അഭിനയിക്കുകയാണ്. 4ാം ക്ലാസ്സുകാരനാണ് ഞാൻ, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രാത്രി പാതിര വെളുക്കും വരെ ഏകദേശം റിഹേഴ്സലാണ്. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നിട്ട് ഉറക്കമൊന്നുമില്ലാണ്. പക്ഷേ ഞാൻ പിറ്റേന്നും വൈകുന്നേരം ഞാൻ നേരെ കൈരളി കലാസമിതിൻ്റെ നമ്മുടെ തിരുത്തിയിലുണ്ടായിരുന്ന ഒരു കൈരളി കലാസമിതി, അതിൻ്റെ മുകളിലായിരുന്നു ഇതിൻ്റെ പിന്നെ റിഹേഴ്സലൊക്കെ. മാർക്സിസ്റ്റ് കലാവേദിയാണ് നാടകം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഈ RKG, പരമേശ്വരേട്ടൻ, ഒരു നീലാണ്ടേട്ടൻ, ഒരു ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചേരേമ്പ്ര താമസിക്കുന്ന ഒരു ഉണ്ണിയേട്ടൻ, അയാൾ നമ്മുടെ കളത്തുനാട്ടിലൊക്കെ ആയിട്ട് ബന്ധം, അന്നത്തെ പിന്നെ ദേവയാനി എടുത്തി, കോമള എടുത്തി, ഇവരൊക്കെയായിരുന്നു നാടകത്തിൽ. അപ്പം ഇവരാണിൻ്റെ സംരക്ഷണമൊക്കെ അവരെ കയ്യിലാണ്. ഇവർ പോയി റിഹേഴ്സൽ നടക്കും, നാടകം അവസാനം നാടകം കളിക്കാതാവുക. അതിൻ്റെ വേദന ഭയങ്കരമാണ്. അതിൽ ഞാൻ അനുഭവിച്ചൊരു പ്രയാസമുണ്ട്. കാരണം ആഗ്രഹിച്ച് മോഹിച്ച് സത്യവതി ടീച്ചർ ഡാൻസും പഠിപ്പിച്ചിട്ടുണ്ട്. പുച്ചമ്മ പെണ്ണിനെ പൊക്കില തുള്ളിച്ച പൂവാല കണ്ണാനെയൊക്കെ, പിന്നെ KP എഴുതിയ പാഠങ്ങൾ പൊന്നണിഞ്ഞല്ലോ പൊന്നരിവൾ മിന്നണല്ലോ എന്നുള്ള അത്, ഇതിനൊക്കെ ഡാൻസും ഉണ്ട്, ഡാൻസും പഠിക്കുന്നുണ്ട്. നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡാൻസ്. പക്ഷേ ആ നാടകം അരങ്ങിലെത്തിയില്ല. അത് മനസ്സിൽ വല്ലാത്തൊരു അതിപ്പോഴും ഒരു വേദനയായിട്ട് ഇന്നും വേദനയാണ് ആ നാടകം. കാരണം അത്രമാത്രം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മളതിൽ ഇഴുകിച്ചേരില്ല. ഇന്നും ഞാൻ നാടകത്തോട് കാണിക്കുന്നൊരു ആവേശം. ഒരിക്കലും ഞാൻ സമയം തെറ്റിക്കാറില്ല. റിഹേഴ്സലിന് ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലാറില്ല. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ വൈകി പോകുന്നില്ലാതെ മനഃപൂർവ്വം ഞാൻ മാറിയിക്കാറില്ല. എന്തൊക്കെ നഷ്ടം വന്നാലും ശരി നാടകത്തിൽ കളിച്ചിരിക്കും. അതൊരു എൻ്റെ ഭാഗ്യമാണ്. അങ്ങനെയാണ് ഞാൻ നാടകത്തിലേക്ക് എത്തുന്നത്. അതിനിടയിൽ RKG നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. RKG ഒരു സ്ഥാനീയനാണ്. പിന്നെ എൻ്റെ മുഖത്താദ്യം പെയിന്റ് അടിച്ചത്, ശരിക്കും ചായം തേച്ചത് രാമദാസേട്ടൻ, നമ്മളെ മരിച്ചുപോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ രാമദാസേട്ടനാണ് ആദ്യം മുഖത്ത് ചായം തേക്കുന്നത്. അതിനിടയിൽ ഒരു യാത്ര, ഒരു ഇടവേള, നാട്ടിൽ നിന്നുള്ളൊരു ഇടവേള ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഒന്ന് നാടകം അന്വേഷിച്ചുള്ള യാത്രയാണ്. നാടകമാണ് പ്രധാനം. കാരണം എന്നും വൈകുന്നേരം നാടകം കളിക്കാൻ കിട്ടുന്ന ഒരു സൗഭാഗ്യം, അതിന് ബാക്കി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി സാരില്ല എന്നുള്ളൊരു തോന്നൽ. അതിൻ്റെ പേരിലാണ് കാർണിവൽ സംഘങ്ങളോടൊപ്പം ഉടമ്പടി നാടകം, ഇൻസ്റ്റൻറ്റ് നാടകങ്ങൾ അഭിനയിക്കാൻ. ഒരു കഥ പറയാം. ഞാൻ ആദ്യം സ്റ്റേജിൽ വരും, എന്നിട്ട് നീ വരും, എന്നിട്ട് മറ്റോട് വരും, ഓൾ ഇന്ന പറയും, ഇന്ന പറയും. ഇങ്ങനെ ഒരു കഥ പറച്ചിലോടുകൂടി ഒരു റിഹേഴ്സൽ ഇല്ലാതെ സ്റ്റേജിൽ നാടകം അങ്ങോട്ട് ഉണ്ടാവുകയാണ്. അത് ഒതല്ലോ വരെ, ഷേക്സ്പിയറുടെ ഒതല്ലോ വരെ ആ രീതിയിൽ കളിക്കുക. സ്പോട്ട് അത് ജ്ഞാനസുന്ദരി, പിന്നെ തൂക്കുമേട, MR രാധയുടെ രക്തക്കണ്ണീർ, അങ്ങനെ പ്രശസ്തമായ നാടകങ്ങൾ എടുത്തിട്ടാണ് കളിക്കുന്നത്. പിന്നെ നമ്മളെ മൊളിവിയറിൻ്റെ കുറേ പ്ലേകൾ, ഒരു കോമഡി പ്ലേകൾ, അതൊക്കെ സത്യം പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ ജീവൻ ഉള്ളതുകൊണ്ടാണ് ഓഡിയൻസ് അവിടെ നിന്ന് നീറ്റ് പോകാത്തതും ഓഡിയൻസ് ഈ നാടകത്തിന് സ്വീകരിക്കുന്നു. അത് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാറില്ല. പക്ഷെ ആ ഒരു തിരിച്ചുവരും ഇപ്പോൾ സംഭവിക്കുന്നില്ലേ? ഇപ്പോഴത്തെ സ്ട്രീറ്റ് ഡ്രാമകളൊക്കെ ചിലപ്പം പലപ്പോഴും ഓഡിയൻസിനെ പോലും കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് വിഷയങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തി നിമിഷ നേരങ്ങൾ കൊണ്ട് ഡ്രാമയായി മാറണ സ്ട്രീറ്റ് ഡ്രാമകൾ ഇപ്പൊ നമുക്ക് തോന്നുന്ന വീണ്ടും തിരിച്ചു വരുന്നത്. അത് രണ്ട് തലാണ്. ഇപ്പൊ ഇൻസ്റ്റന്റ് നാടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് നാടകങ്ങൾ നമ്മളെ നാട്ടിലേക്ക് എത്തുന്നതിനൊരു ചരിത്രമുണ്ട്. നമുക്ക് സമയമുണ്ടല്ലോ പറയാൻ. പറയണം, നമ്മുടെ NS കൃഷ്ണനും അടക്കമുള്ള തമിഴ് കൊമേഡിയന്മാർ നിന്നാണ് ഇത് കടകൊള്ളുന്നത്. ഇവിടെ അബൂസർക്കാർ, പപ്പുവേട്ടൻ, നിലമ്പൂർ ആയിഷ, നമ്മളെ തിരുത്തി സ്കൂളിലൊക്കെ വന്നിട്ട് ഒരു നാടകം കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഉടമ്പടി നാടകങ്ങളായിരുന്നു. ഈ നാടകങ്ങളാണ് പിന്നെ കാലാന്തരത്തിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ഇത് മൊളീവിയർ എന്ന് പറയുന്ന ആംഗലേയ നാടകക്കാരുടെ നാടകമാണെന്ന് പോലും അറിയാതെ എന്നും കളിക്കുന്ന ആളുകളുണ്ട്. നമ്മളിതൊന്ന് അന്വേഷിക്കാൻ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യകാലത്ത് നമുക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാളുടെ മൊളീവിയർ നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് പ്രശസ്തരായ നാടകക്കാർ പറഞ്ഞതാണ് ബാബു ഇങ്ങനെ ഇന്ന ആളുകൾ നമ്മളപ്പം സ്വീകരിച്ചു. അതുണ്ടായത് കുളൂരിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്. കുളൂർ പറഞ്ഞത് കുളൂരാണ് ഒരു ദിവസം സംഭാഷണ വിദ്യ പറഞ്ഞത്. ബാബു ഇത് മൊളീവിയറിന്റെ പ്ലേകളാണ്, ആക്ഷേപഹാസ്യമാണ് അതിന്റെ കാതൽ. സ്വയം പരിഹസിക്കപ്പെടുകയും ആ പരിഹാസത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യാനാണ് അതിന്റെ കല. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കലാ ജീവിത യാത്രയിൽ പ്രണയം വലിയൊരു ഘടകം തന്നെയാണ്. പ്രണയത്തെ മാറ്റി നിർത്തിക്കൊണ്ട്
ഒരു കലാകാരന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ യാത്രയിൽ, ജീവിതയാത്രയിൽ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാതെ നമുക്ക് ഈ പരിപാടി അവസാനിക്കുന്നത് തോന്നുന്നില്ല. പ്രണയം എന്ന് പറയുകയാണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര പ്രണയങ്ങളുണ്ടായിരുന്നു. അത് പ്രണയം തന്നെയാണ്. ആദ്യത്തെ പ്രണയം ഡ്രാമയുടെ, നാടകത്തിനോടുള്ള പ്രണയം, പിന്നെ ജീവിതത്തിനോടുള്ള പ്രണയം, അതെ. പിന്നെ അതിൻ്റെ ഇടയിൽ എണ്ണയോടുള്ള പ്രണയം, എണ്ണയാവാൻ പ്രണയം, അത് വേറെ ഒന്നുമില്ല കേട്ടോ. അതെ അതെ അതെ. നമ്മൾ ഇങ്ങനെ ഇന്ന് കാണുന്ന മാതിരി രണ്ട് സംസാരിച്ച് മൂന്നാമത് നമ്പർ കൊടുത്ത് നാലാമത് വീട്ടിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയി അങ്ങനെയുള്ള പ്രണയങ്ങളൊന്നും ആയിരുന്നില്ല. കണ്ണുകൾ കൊണ്ട് കഥ പറയുകയും നോക്കി പരസ്പര ആശയങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തിരുന്ന എണ്ണയോടുള്ള പ്രണയമായിരുന്നു. കാണാഞ്ഞാൽ വിങ്ങിപ്പൊട്ടുന്ന വേദന എന്താണെന്ന് അറിയുന്നത്. കുറച്ച് ദിവസം അതിൻ്റെ ഹോണ്ടിങ്ങിൽ ജീവിക്കാൻ നഷ്ടപ്പെടൽ പോലും ഒന്ന് ലഹരിയായിരുന്നു. ഇവിടെ നഷ്ടപ്പെടും നമുക്ക്. ഒരു ക്യാമ്പ്, ഒരു 10 ദിവസത്തെ ക്യാമ്പ്, 12 ദിവസത്തെ ക്യാമ്പിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുന്ന ഈ കൂട്ടുകാരി, അവളത് പോകും. ഈ 12 ദിവസം കഴിഞ്ഞാൽ അവള് നമ്മളെ മറക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവളെ മറക്കുന്നു. ഒരു പുതിയ തലത്തിലേക്ക് 1-2 ദിവസത്തേക്ക് ഈ സാധനം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കണം, വെറിയിടാക്കണം. പുതിയൊരാൾ വീണ്ടും നാടകം കാണുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മാത്രം നോക്കി ചിരിക്കുന്ന ആ ചിരിയിൽ മറ്റുള്ള എല്ലാ ചിരിയേക്കാളും ഒരു പ്രത്യേകത കാണുന്ന ഒരു അവസരം ഉണ്ടാകുന്നു. അങ്ങനെ പോയി. അതൊരു ലഹരി തന്നെയാണ് നാടകത്തിന്റെ നിലനിൽപ്പിനുള്ള മനുഷ്യന്റെ നിലനിൽപ്പ്. അതിപ്പോൾ ഒരു സമര സന്നദ്ധനായിട്ടുള്ള ഒരു ഭടനായാലും ശരി, അയാൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അയാളുടെ സമരം ജീവസുറ്റതാവുള്ളൂ. ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലേ ജീവസുറ്റതാവും. അതില്ലെങ്കിൽ വരണ്ടുണങ്ങിയ സാധനമായി പോകില്ലേ. ഈ നാടക യാത്രയിൽ പ്രശസ്തമായിട്ടുള്ള പല പ്രൊഫഷണൽ ടീമിന്റെ കൂടി അല്ലെങ്കിൽ പ്രൊഫഷണൽ തിയേറ്റേഴ്സിന്റെ കൂടെയൊക്കെ നാടകം ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ നമുക്ക് നാടകം പൂർണ്ണതയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ നാടകയാത്രയിൽ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ടീമിൽ ഞാൻ അഭിനയിക്കുന്നത് കാലടി ദൃശ്യ എന്ന് പറയുന്നൊരു ട്രൂപ്പിൻ്റെ കൂടെയാണ്. അവർ സരസ്വതി യാമം എന്ന് പറഞ്ഞ നാടകമാണ് ചെയ്തിരുന്നത്. അതിൽ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരു 2 ഗെറ്റപ്പുള്ള കഥാപാത്രത്തെയാണ് ആദ്യമായിട്ട് ആളുകൾ കയ്യടിയോടെ സ്വീകരിച്ചു. പിന്നെ പാലക്കാട് സൂര്യചേതനയുടെ നാണയമന്ത്രം, PI മനീഫിൻ്റെ നാടകം നാണയമന്ത്രം, അതിലെ ചന്ദ്രൻകുട്ടി. 100 സ്റ്റേജുകൾ, അന്നൊരു 100 സ്റ്റേജൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാലൊക്കെ പ്രയാസം. ചെറു സമിതികൾ, അത്ര വലിയ സമിതികൾ എന്നാലോ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു KT ഗോപിയായിരുന്നു അതിൻ്റെ ആൾ. KT ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃത്താല CPM തൃത്താല ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അയാളായിരുന്നു ട്രൂപ്പിൻ്റെ ലീഡർ. പിന്നെ TK ഗോപിയേട്ടൻ, മരിച്ചുപോയ ചന്ദ്രേട്ടൻ, ഇവരൊക്കെയാണ് ആ ട്രൂപ്പ് നടത്തിയത്. വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തന്നിരുന്നൊരു സമിതി. അതിൽ ഒരുപാട് കൂടെ പമ്പാവാസൻ, പട്ടാമ്പി പമ്പാവാസൻ, ഒരു അഹമ്മദ്, സുരേന്ദ്രൻ, ബാലകൃഷ്ണൻ വടകര, നന്ദൻ വടകര, അങ്ങനെ കുറേ ആളുകളാണ്. ഷീല, സരോജം, അങ്ങനെ കുറേ ആളുകളാണ് അതിൽ അഭിനയിച്ചിരുന്നത്. അതാണ് രണ്ടാമത്തെ അനുഭവം. ആ ഒരു സമിതിയിൽ നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ സീസൺ മാത്രമല്ല, നമ്മളെ മാനസികാവസ്ഥ അതാണ്. നമുക്കിങ്ങനെ തടഞ്ഞുകൂടിയിരിക്കലും നമുക്ക് നടക്കില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കലിംഗയിലേക്ക് വിളിപ്പിക്കുന്നത്. KT ജീവിച്ചിരിപ്പുള്ള സമയം കലിംഗ, കോഴിക്കോട്. അതുവരെ പഠിച്ച നാടകങ്ങൾക്ക് അപ്പുറം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് KT ചെയ്തത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഹയർ സ്റ്റഡി ആയിരുന്നു നാടകത്തിനെ കുറിച്ചുള്ള. KT എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്. KTൻ്റെ ശിഷ്യത്വം കിട്ടുക എന്ന് പറഞ്ഞത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നും മനസ്സിൽ സന്തോഷം, ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വർത്തമാനം എന്ന് പറഞ്ഞൊരു നാടകം അനൗൺസ് ചെയ്യണം കോഴിക്കോട് കലിംഗയുടെ പേരിൽ. KT ആണെങ്കിൽ ആകെ അസ്വസ്ഥനാണ് ജീവിതത്തിൽ, രാജ്യങ്ങളിലൊക്കെ പറ്റിയ ആ സമയം. നാടകമാവുന്നില്ല. വർത്തമാനം അനൗൺസ് ചെയ്തു, ടൈറ്റിൽ അനൗൺസ് ചെയ്തു, പക്ഷെ നാടകം അവിടേക്ക് എത്തുന്നില്ല, വർത്തമാനമാകുന്നില്ല. KTൻ്റെ അഭിപ്രായമാണ്. എഴുതുന്ന നാടകങ്ങളൊക്കെ നല്ല നാടകങ്ങളാണ്, പക്ഷെ KTക്ക് അത് പോരാ, മാനസികമായിട്ട് സംതൃപ്തി കിട്ടുന്നില്ല. നാടകം മാറ്റി എഴുതുന്നു, വീണ്ടും അഭിനയിക്കുന്നു. അങ്ങനെ ഒറിജിനൽ വർത്തമാനം വരികയാണ്. അതിൽ സേവ്യർ എന്ന് പറഞ്ഞ കഥാപാത്രം, ഒരു തെരുവിലെ പത്രമെഴുപ്പൻ. അതായത് ഇന്ന് ആ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള നാടക സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആ നാടകം. എപ്പിസോഡിക് ഡ്രാമ, എപ്പിസോഡാണ്.
രംഗങ്ങൾക്ക് പകരം എപ്പിസോഡ്, ഒരു ബ്ലാക്ക് ഔട്ടിൽ തെരുവാവുകയും തെരുവ് വീടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരീക്ഷണം തന്നെയാണ്. വളരെ കുറഞ്ഞ സമയം ഉണ്ടാവും. ഈ ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഒരു തെരുവാണ്. ആ തെരുവിലിൻ്റെ പത്രവിൽപ്പനയും കുറച്ച് സംഭവങ്ങൾ നടക്കുന്നതോടുകൂടി മറ്റേ സീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു നാടകം, ബ്രേക്കിടാതെ കർട്ടനിട്ട് കാണികളിൽ നിന്ന് നാടകത്തെ വേർപെടുത്തിയിട്ടല്ല മറ്റൊരു സാധനം അവിടെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ബ്ലാക്ക് ഔട്ടും ഇതൊക്കെ എല്ലാ നാടകത്തിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഉപയോഗിച്ച് വേറൊരു രീതിയായിരുന്നു, ഒരു എപ്പിസോഡിക് ഡ്രാമ രീതി. അതിൽ സേവിയർ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ദുരന്ത മുഖത്ത് നിന്നിട്ട് കൂട്ടുകാരനെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക. ആ മാർഗം വലിയൊരു അയാൾക്ക് അയാളുടെ അസ്തിത്വം നഷ്ടപ്പെടുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യുന്ന ഒരു സാധനമായിരുന്നു വർത്തമാനം. ആ വർത്തമാനത്തിലെ സേവിയർ പ്രശസ്തരായ ആളുകളെ കൂടെ അഭിനയിച്ചിരുന്നു കേട്ടോ, ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും ബാപ്പയും ബുക്കിംഗ് ആവുക. അതുവരെ കളിച്ചിരുന്ന പ്രമോദ് ചാല അച്ഛനും ബാപ്പയിൽ. എനിക്ക് റിഹേഴ്സലും കിട്ടിയിട്ടില്ല. എനിക്ക് പുസ്തകം തന്നിട്ട് പറഞ്ഞു ബാബു തൽക്കാലം ഒന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശരിക്കും ഈ അച്ഛനും ബാപ്പയും വീണ്ടും വരുന്നത്. ആ അച്ഛനും ബാപ്പയും സജീവമായപ്പോൾ പിന്നെ അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രമോദ് ചാലയാണ്. ആ പ്രമോദ് ചാല വരാതെ ആയപ്പോൾ അയാൾ വേറെ ട്രൂപ്പിലേക്ക് പോവുകയാണ് സൗകര്യത്തിന് വേണ്ടി. അപ്പോഴാണ് ഞാൻ അച്ഛനും ബാപ്പയിലും മാധവൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ കഥാപാത്രം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ടൈമിങ് മ്യൂസിക്കൊക്കെ പ്രശ്നമാണ്. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. ഒരു നാടകം പണ്ട് ഇവർ പ്രൊഫഷണൽ കളിക്കുന്ന സമയത്തും ഞാൻ മണ്ണൂർ വളവ് പോയി നാടകം കണ്ടൊരു ആ കാഴ്ച എൻ്റെ മനസ്സിലുള്ളൂ. ഇത് വെച്ചിട്ടൊന്ന് ഞാൻ നാടകം കളിക്കണം മനസ്സിൽ. പിന്നെ നമ്മൾ ഇൻസ്റ്റന്റ് നാടകം കളിച്ചൊരു ധൈര്യം ഉള്ളിലുള്ളിടത്തോളം കാലം ഒരു പ്രശ്നമില്ല, തോറ്റുകൊടുക്കാൻ പറ്റുമല്ലോ. ഞാനത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. കൃത്യമായിട്ട് അഭിനയിച്ചു ഫലിപ്പിച്ചു. സമിതി അംഗങ്ങൾക്കും ബാക്കി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സിനിമയിലുള്ള ബെൻപാലൊക്കെ എന്നത് അതിൽ അഭിനയിച്ചാണ്. ബെൻപാലിൻ്റെ നാട്ടിലാണ്. ബെൻപാൽ സീരിയലിലും സിനിമയിലൊക്കെ ബെൻപാലിൻ്റെ നാട്ടിലാണ് ഈ നാടകം കളിക്കുന്നത്. ബെൻപാലാണ് ബുക്ക് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ മാധവനായിട്ട് കളിക്കുന്നത്. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് കളിക്കുന്നത്. അത് കളിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് യുദ്ധഭൂമിയാണ്. അപ്പോൾ യുദ്ധഭൂമിയിൽ ഔക്കർവായ കളിക്കണം എന്ന് പറഞ്ഞു. കയറി കളിച്ചു. ഔക്കർവായ ഒറ്റ പ്രാവശ്യം കളിക്കണ കണ്ടിട്ടുള്ളൂ. അതുപോലെ മാതിരി തന്നെ കയറി കളിച്ചു. ചെറിയ റിഹേഴ്സലൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛനും ബാബയ്ക്കും ചെറിയ റിഹേഴ്സൽ പോലും കിട്ടിയില്ല. മ്യൂസിക് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കളിക്കാൻ പോയ സ്ഥലത്തു നിന്ന് കേൾക്കുക മാത്രമേ ചെയ്താൽ. ഒരു പാട്ടിനോടനുബന്ധിച്ച് ഡാൻസും ഉണ്ട്. മകൻ കോളേജിലേക്ക് പാടാൻ വേണ്ടി പോകുന്ന ആ പാട്ട് സ്റ്റേജിൽ വെച്ച് പാടുകയും ആ പാട്ടിൽ ലയിച്ചു ചേർന്ന് അച്ഛനറിയാതെ നൃത്തം ചെയ്തു പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായി. അത് നാടകം. അതാണ് പ്രൊഫഷണൽ അനുഭവങ്ങളിൽ ഏറ്റവും മനോഹരം. പിന്നെ ഒരുപാട് സമിതികളിൽ താൽക്കാലികമായിട്ടൊക്കെ എപ്പോഴും സമിതികൾ വിളിക്കുന്നുണ്ട്. പോകാൻ കഴിയില്ല, അതാ വയ്യ. ഡ്രാമ ജീവിതത്തിൽ അതൊന്നും കൂടെ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് സ്വന്തമായിട്ട് ചില നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഇൻസ്റ്റന്റിൽ ഞാൻ ഒരുപാട് ചെയ്തു. അതുകൂടാതെ ഈ ചെറിയ സമിതികൾക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. നാടക ജീവിതത്തിലെ വല്ലാത്ത വേദന തന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞാൽ സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് നിരാശങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം പറയാനുള്ളത് നമ്മളെ കർക്കിടകം തകർത്ത് പെയ്യ ഒരു നാടകം കിട്ടുക. അത് സന്തോഷമുള്ള അനുഭവം കേട്ടോ. അതൊന്നും കൂടി പറയാം. അതാണ് സങ്കടം. നാടകം ഈ മഴകൾ തകർത്ത് പെയ്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു ചെറിയ ഇടവേള കിട്ടി. നാടകം തുടങ്ങി വീണ്ടും മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൻ്റെ മേലെ കൂടെയൊക്കെ വെള്ളറ്റാനും നമ്മൾ മേലെ ഇങ്ങനെ നനയാനും ഒക്കെ തുടങ്ങിയപ്പം ഞാൻ മൈക്ക് എടുത്ത് അനൗൺസ് ചെയ്തു. നാടകം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്, അന്തരീക്ഷം സുഖകരമല്ല. ഓഡിയൻസ് അത് ഇളകണം. അത് പറ്റില്ല, നാടകം കളിക്കണോ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാണോ. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് മുമ്പിൽ നാടകം കളിക്കില്ല എന്ന് കൊടുത്തില്ല. അങ്ങനെ നാടകം കളിച്ചു തീർക്കുക. ആ നാടകം ഒന്നുകൂടി കളിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ആ നാട്ടിൽ പിന്നെ ഒരു വെയിലുള്ള സമയത്ത് ഒന്നുകൂടി കളിക്കുകയും ചെയ്യാണ് ആ നാടകം. അത് ഷോയിലൊക്കെ കാർണിവൽ ഷോയിലൊക്കെ കളിച്ചിരുന്ന പടച്ചിപ്പാത്തു എന്ന് പറഞ്ഞ നാടകമാണ്. പടച്ചിപ്പാത്തൂരെ നീലം കലക്കി മുല്ലാക്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത്. രസകരമായിട്ടുള്ളൊരു സാധനമാണ്. കലിംഗയിലെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ സുരേഷ് ബാബുവിന്റെ മരണം വല്ലാത്ത തളർത്തിയിട്ടുണ്ട് അല്ലേ? സുരേഷ് ബാബുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ
ഞാൻ പോയതിന് ശേഷമാണ് ബാബു കരിങ്കരുത്തുന്നത്. അച്ഛനും ബാപ്പയിലും മകനായിട്ട് അഭിനയിച്ച് പിന്നെ അവൻ്റെ കൂടെ ഞാൻ കളിച്ചിട്ടുണ്ട്. കരിങ്കൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് മിസ്സായ അപ്പോൾ വിളിക്കും ബാബു എന്ന് വന്നിട്ട് വേഷം ചെയ്തു. അങ്ങനെയാണ് അത് നമ്മുടെ ഒരു തറവാട് എന്നുള്ള എനിക്ക് നമ്മൾ കാണും. സുരേഷ് ബാബുവിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു ആ സുഹൃത്ത് ഇതിങ്ങനെ ആഘോഷിച്ചിരുന്നതെന്നുള്ളത് ജീവിതം ആഘോഷിച്ചുകൊണ്ട് അവസാനിപ്പിച്ചാണ്. എന്താണ് ആ ദുരന്തത്തിൻ്റെ പിന്നിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു ആത്മഹത്യ? അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് നാടക കലാകാരന്മാരെ എപ്പോഴും ഈ മറ്റുള്ള മേഖലകളിലുള്ള കലാകാരന്മാർ ഉയർത്താൻ ശ്രമിക്കാതിരിക്കില്ല. അത് എനിക്ക് തോന്നുന്നു ബാബുവേട്ടനും അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. അതെ, പ്രാദേശിക ലെവലിൽ ഇപ്പൊ പുറമെ കിട്ടുന്ന അത്ര ഒരു പ്രോത്സാഹനങ്ങളോ അല്ലെങ്കിൽ അത്ര ഒരു ഈ ആദരവോ ബാബുവേട്ടൻ എന്ന കലാകാരന് നാട്ടിൽ കിട്ടാറില്ല. ഉള്ള ബാബുവേട്ടന് മാത്രമായിട്ട് പറയല്ല, നാടക കലാകാരന്മാർക്കുണ്ടാകുന്ന ചെറിയൊരു കുഴപ്പമാണ്. എന്നാൽ അഭിനയത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശരിക്കും നാടക കലാകാരൻ എന്നുള്ളത് അല്ലേ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പോലും ഒരാളെ മുന്നിലും അവസരങ്ങൾ ചോദിച്ചു ചെല്ലാൻ വളരെ മടിയുള്ള ഒരാളാണ് ബാബുവേട്ടൻ ഞാൻ പറഞ്ഞാല്. അത് ഒന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം, നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് പറയാം. പിന്നെ നമ്മൾ ഓർക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ കുറ്റമായിരിക്കാം. എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ ചോദിച്ചില്ല, അറിഞ്ഞില്ല. എന്നോട് പല സുഹൃത്തുക്കളും പറയാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഈ അവസരങ്ങൾക്ക് വേണ്ടി പോകുന്നില്ല? ഒരാളോട് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് കയറി ചെല്ലാൻ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ചെല്ലാനോടൊരു മടിയുള്ള ആളാണ്, അങ്ങനെ കൂട്ടിയാൽ മതി, അതിലപ്പുറത്തേക്ക് വേറൊന്നും കൂട്ടണ്ട. നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പല വർക്കിലും ഞാൻ മാറിയത്. ഈ നിഷ്കളങ്ക കഥാപാത്രങ്ങളാണ് എപ്പോഴും ഈ ഹോം സിനിമയിലൂടെ കടന്നു പോകുന്നത് അല്ലെ. കോമഡി കഥാപാത്രങ്ങൾ പ്രാദേശിക ലെവലിൽ കാണാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് ബാബുവേട്ടൻ ചെയ്തിരുന്നത് കോമഡി കഥാപാത്രങ്ങൾ. അതിന് വ്യത്യസ്തമായതുകൊണ്ട് ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാബുവേട്ടൻ. അതിന്റെ അനുഭവങ്ങൾ ഒന്നും കൂടി മനസ്സിന് നന്നായിട്ട് പറ്റിയൊരു സാധനമാണ്. ഇപ്പോൾ സീരിയസ് ക്യാരക്ടർ ചെയ്ത് ഒന്ന് പങ്കജാക്ഷന്റെ സ്ത്രീധനം എന്ന് പറഞ്ഞതിലൂടെ ഒരു സുരേന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഒരു മദ്യപാനിയും സ്ത്രീലംബടനും ഒന്നിനും പറ്റാത്ത ആളുമാണെങ്കിലും ശരി, ഒരു നന്മേൻ്റെ പുറത്ത് ആ മനുഷ്യൻ നന്മ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ മനുഷ്യൻ നിൽക്കുന്നൊരു സാഹചര്യമുള്ള ഒരു നല്ല കഥാപാത്രം ഒന്നത്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിത്താരി കെട്ടാത്ത മണവാട്ടി എന്ന് പറഞ്ഞിട്ട് ജയനടക്കമുള്ള ആളുകൾ അതിൻ്റെ ക്രൂസായിട്ട് ചെയ്ത ചാലിയത്തുവരയ്ക്കൽ കുഞ്ഞാലി നമ്മൾ നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്തൊരു സാധനം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നാരായൺ നേരത്തെ പറഞ്ഞ പോലെ നാരായണത്തിൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ മുരളിയായിട്ടൊരു ഡയലോഗ് പറയുമ്പം കണ്ടു നിൽക്കുന്ന ഓഡിയൻസ് കയ്യടിച്ചൊരു അനുഭവം ഉണ്ട് നമ്മുടെ മണ്ണൂർ വളവിൽ. നമ്മളാരെയും കയ്യടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചല്ല, അവർ കയ്യടിച്ച് പോയതാ സാഹചര്യം. നോക്കിക്കാണ്ട് ഒരു തൊള്ളയിൽ പൂഴി വാരിയിടാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മുരളി ഒരു ഡയലോഗ് പറയുമ്പോൾ മുരളി വിജയരാഘവനോട് പറയണം. അപ്പം വിജയരാഘവൻ്റെ പക്ഷത്തുള്ള ആളുകൾ എനിക്ക് ഞാനാ പറഞ്ഞു, നോക്കിക്കാൻ ഒരു തൊള്ളയിൽ പൂഴി വരും. അതിന് കയ്യടിയായിരുന്നു അവിടെ. ഒരു ചെറിയ ഡയലോഗിന് ഒരു നാടകം പൂർണ്ണമായിട്ട് കണ്ട് കയ്യടിക്കുന്ന മാതിരിയല്ല, ആ സാഹചര്യത്തിലുള്ള എൻ്റെ പെർഫോമൻസിൻ്റെ ഉയർന്ന ഒരു ഇതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. ബാബുവിന്റെ കുടുംബം ഫാമിലി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഫാമിലി ഭാര്യ ശാന്തകുമാരി ഒരു ICDS വർക്ക് ചെയ്യുന്നു. മൂത്ത മകള് അനശ്വര, അവള് വിവാഹിതയാണ്. ആമി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ, ഞാൻ അഹിംസ എന്ന് വിളിക്കുകയും ആമി എന്നും അമേകൃഷ്ണ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആ കുട്ടിയുടെ അമ്മയാണ്. രണ്ടാമത്തെ മകൾ അക്ഷര, അവളുടെ ഭർത്താവ് പ്രജോഷ്. അത് അനശ്വരേൻ്റെ ഭർത്താവ് രതീഷ്, അക്ഷരേൻ്റെ ഭർത്താവ് പ്രജോഷ്. ഇവിടെ ആപ്പിൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നു രാമനാട്ടുകര. ബാബുവേട്ടന് സീറോ ബാബുവിൽ നിന്ന് പരിണാമം സംഭവിച്ച് ബാബു ലിപമായി കേരളത്തിൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ബാബുവേട്ടന് അഭിനയ ലോകത്ത് ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് റീജൻ ചാനൽ അവതരിപ്പിക്കുന്ന വ്യക്തിഗത വിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ അനേക പ്രവർത്തകരുടെയും ഈ ചാനലിൻ്റെ സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നു.